യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് അന്റോണിയോ കോസ്റ്റ, യൂറോപ്യൻ കമ്മീഷൻ അധ്യക്ഷ ഉർസുല വോൺ ഡെർ ലെയൻ എന്നിവരുമായി ടെലിഫോണിൽ സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവെക്കാനുള്ള നീക്കങ്ങൾ വേഗത്തിലാക്കാനും ചർച്ചയിൽ ധാരണയായി. ഭാരത മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി നടപ്പാക്കുന്നത് സംബന്ധിച്ചും ചർച്ചയായിട്ടുണ്ട് എന്ന് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, കൂടുതൽ വിവരങ്ങൾ. വിനോദ്, ഇന്നലെ വൈകിട്ടോടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ തന്നെ ആന്റോണിയോ കോസ്റ്റ, അതായത് യൂറോപ്യൻ യൂണിയൻ കൗൺസിലിന്റെ അധ്യക്ഷനും അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ അധ്യക്ഷയായ ഉർസുല വോൺ ഡെർ ലെയനുമായി ഇന്നലെ ടെലിഫോണിൽ രണ്ടുപേരോടും ഒരേ സമയം ഒരു കോൺഫറൻസ് കോളിലാണ് പ്രധാനമന്ത്രി സംസാരിച്ചത്. ഈ സംസാരത്തിന്റെ പ്രധാന ഘടകം എന്ന് പറയുന്നത് ഇന്ത്യ യൂറോപ്പ് ഫ്രീ ട്രേഡ് എഗ്രിമെന്റ്, അതായത് സ്വതന്ത്ര വ്യാപാര കരാർ യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള നീക്കങ്ങൾ ശാക്തീകരിക്കുന്നതിനുള്ള ഒരു നടപടിയാണ് പ്രധാനമായും ഉണ്ടായതെന്ന് പ്രധാനമന്ത്രി തന്നെ അദ്ദേഹത്തിന്റെ എക്സ് പോസ്റ്റിൽ കുറിക്കുന്നുണ്ട്. നമുക്കറിയാവുന്നതാണ്, ജർമ്മനിയുമായുള്ള വ്യാപാര ബന്ധം ഇരട്ടിയാക്കുമെന്ന ഒരു തീരുമാനം 2 ദിവസങ്ങൾക്ക് മുമ്പാണ്, കഴിഞ്ഞ ദിവസമാണ് ജർമ്മൻ വിദേശകാര്യമന്ത്രി ഭാരതത്തിലെത്തിയതിനു ശേഷം ഒരു ധാരണയായത്. ആ ധാരണയ്ക്ക് അനുസൃതമായ മുന്നേറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് യൂറോപ്യൻ യൂണിയനും ഫ്രീ ട്രേഡ് എഗ്രിമെന്റിന് സാധ്യമാകുന്ന ഒരു അവസ്ഥ തുറന്നിരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് പ്രധാനമന്ത്രിയുമായി ഇരു നേതാക്കളും ടെലിഫോണിൽ സംസാരിച്ചത്. വ്യക്തമാണ്. യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് അന്റോണിയോ കോസ്റ്റ, യൂറോപ്യൻ കമ്മീഷൻ അധ്യക്ഷ ഉർസുല വോൺ ഡെർ ലെയൻ എന്നിവരുമായി പ്രധാനമന്ത്രി ടെലിഫോണിൽ സംസാരിച്ചിരിക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൺ ജോസ്.